വെൽക്കം ടു മൈ അമ്മീസ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. യൂട്യൂബിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള ബൺ മസ്കി ആൻഡ് ഇറാനി ചായ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ളൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബൺ മസ്കി. അപ്പോൾ നമുക്ക് അതിലോട്ടേക്ക് കടന്നു പോവാം. ആദ്യം നമ്മൾ ഇത്രയും ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബട്ടർ അത്ര എടുത്താൽ മതി. ഇനി നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അത്ര ഒഴിച്ചാൽ മതി, കണ്ടോ. പിന്നെ നമ്മൾ വാനില എസൻസ് ഉപയോഗിക്കുകയാണ്. കുറച്ച് ഉപയോഗിച്ചാൽ മതി. ടേസ്റ്റ് കൂടുന്ന സംഭവമാണ് വാനില എസൻസ്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. കട്ടയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് ഈ പരുവത്തിലാക്കി ഇട്ടിട്ടുണ്ട്. കട്ടയൊക്കെ പോയി. എന്നിട്ട് ഇനി നമ്മൾ ബന്നാണ് എടുക്കാൻ പോകുന്നത്. ഇനി ആ ബന്ന് എടുത്തിട്ട് ബന്ന് മുറിക്കുക. പകുതി മുറിച്ചാൽ മതി. എന്നിട്ട് അത് തുറക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ ഇളക്കിയ സംഭവങ്ങൾ നമ്മൾ തേച്ച് കൊടുക്കണം. തേക്കുന്നുണ്ട്. നല്ലോണം തേക്കുക. 2 സ്പൂണും കൂടിയും തേച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. പുറവും കൂടിയും തേച്ച് കൊടുക്കണം. അപ്പോൾ പുറം സൈഡ് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മളിതാക്കുക. എല്ലാം പുറം സൈഡ് ആ മുറിച്ച സ്ഥലത്ത് തേച്ച് കൊടുക്കുക. ഇനി അടുത്ത ബന്ന് എടുക്കാൻ പോവുകയാണ്. അടുത്ത ബന്ന് എടുത്തു. അതും മുറിച്ചു. അതും പകുതിയെ മുറിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതും തുറന്നിട്ട് അവിടെയും തേച്ച് കൊടുക്കുക. അത് അടച്ചിട്ട് അതിൻ്റെയും പുറം ഭാഗം നമ്മൾ തേച്ചെടുക്കുകയാണ്. നല്ലോണം തേച്ചെടുക്കാം. അപ്പം ഇത് പിന്നെയും വേറെ ബന്നെടുത്തിട്ട് നമ്മൾ മുറിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് അത് അടച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം ഇനിയും തേച്ച് കൊടുക്കുക. അപ്പം 3 ബന്ന് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസ്ക ബൺ റെഡി. ഇനി ഇറാനി ചായ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇറാനി ചായ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ കട്ടൻ ചായ തിളപ്പിക്കാൻ ഈ പാത്രമാണ് എടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ ആദ്യം 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിൽ വെള്ളം ഒഴിക്കാവുന്നതാണ്. കട്ടൻ ചായ തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രം അടച്ച് വെച്ച് വേവിക്കാൻ പറ്റുന്ന പാത്രം എടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചായപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത്. 3.5 സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 3 കുഞ്ഞി കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. അടുത്ത നമ്മൾ 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുകയാണ്. ഇനി
ഇതിനകത്ത് 4 ഏലക്കയാണ് ഇടേണ്ടത്. ഏലക്ക പൊടിച്ചാണ് ഇതിലോട്ടേക്ക് ചേർക്കേണ്ടത്. നമ്മൾ പൊടിച്ച ഏലക്ക ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി ഗ്യാസ് കത്തിച്ച് മൂടി അടച്ച് കട്ടൻ ചായ വേവാൻ വെക്കണം. ഇനി ഇത് 20 മിനിറ്റോളം തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പാത്രം എടുത്ത് പാല് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1/2 ലിറ്റർ പാലാണ് നമ്മൾ ഇതിനാവശ്യമായി എടുത്തത്. പാൽ ഈ അടുപ്പിൽ തിളപ്പിക്കാൻ വെക്കുമ്പോൾ അപ്പുറത്തെ അടുപ്പിൽ കട്ടൻ ചായ തിളപ്പിക്കാൻ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചായ നല്ല ചൂടോടെ കുടിക്കാൻ പറ്റുള്ളൂ. ഇതിലോട്ട് ഇപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കണം. പാലും കട്ടൻ ചായ നമ്മൾ 20 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ബൺ മസ്കയും ഇറാനി ചായയും ആയിട്ടുണ്ട്. നമ്മൾ ക്രീം മിക്സ് ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് കുറച്ച് കൂടുതലായിപ്പോയി. അതുകൊണ്ട് ക്രീം കുറച്ച് ലൂസായിപ്പോയി. കട്ടൻ ചായയും പാലും നമ്മൾ ഒരേ അളവിലാണ് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചത്. ഇറാനി ചായയുടെയും ബൺ മസ്കയുടെയും ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഏറെ തിടുക്കമായിരുന്നു കഴിക്കാനും കുടിക്കാനും. ചായ ഒഴിക്കുമ്പോഴേ ഞാനും അനിയത്തിയും പ്ലാൻ ഇടുകയായിരുന്നു ബണ്ണ് ചായയിലോട്ടേക്ക് മുക്കി കഴിക്കാൻ. ചായയിൽ മധുരം കുറവായതിനാൽ കുറച്ച് പഞ്ചസാര ഇതിനകത്ത് ഇട്ടു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം.